കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. 2 ദിവസം മുന്നേ ഒരാൾ പറയണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് 100 കോടിന്റെ ആസ്തി ഉണ്ട്. ഇല്ല, ഉണ്ടെങ്കിൽ തെളിയിക്കപ്പെട്ട സത്യം അവിശ്വസിക്കുന്നതേ പാപം. ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അത്ര ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി അത്ര ഇല്ല, പകുതി പോലും ഇല്ല. സംശയമൊന്നുമില്ലല്ലേ? ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് പറയുമ്പോൾ ഷാജിയേട്ടാ ഇവിടെ വീണ വിജയൻ മാസപ്പടി വാങ്ങിയെന്ന കണ്ടെത്തലിൽ ചോദ്യം ചോദിക്കുന്നത് പോലും വിലക്കി മന്ത്രി മുഹമ്മദ് റിയാസ്. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. മന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലെന്ന് ചോദിച്ചപ്പോൾ തന്നെ മന്ത്രി തടയുകയായിരുന്നു. അതെനിക്കിഷ്ടമില്ല. ഇതിന് വന്നാണ് നല്ല ചോദ്യം. അടുത്ത ചോദ്യം ഇത് കഴിയട്ടെ, അത് വേറെ, ഇത് കഴിഞ്ഞ അതിനായിട്ട് വന്നതാണ്. അതെ, അപ്പൊ പിന്നെ വേറെ മാനവീയത്തെ കുറിച്ചാണോ? മാനവീയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നീയാണല്ലോ കോടതി. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തി